ദുൽഖറിന്റെ പിറന്നാളിന് വരുമെന്ന് പറഞ്ഞ അയാം ഗെയിം ട്രെയിലർ ഇന്ന് 6 മണിക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാം. പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദൈവവും ഓ, സാധാരണ നമ്മുടെ റിച്ച് റിച്ച് ചെറുതുകളിയാണ് നമ്മുടെ ജീവിതവും. ദുൽഖർ വർഷങ്ങളോളം തന്നെ പഴക്കമുണ്ട് ഗാംബ്ലിങ്ങിന്റെ ചരിത്രത്തിൽ. ഇവിടെ വെച്ച് ചിലർ പരിപാടി. വാഴുന്നു, ചിലർ വീഴുന്നു. കിടപ്പാടം നഷ്ടപ്പെട്ട ദരിദ്രൻ മുതൽ രാജ്യവും കൊട്ടാരവും ഓ നഷ്ടപ്പെട്ട സ്റ്റൈലിഷ്. തോൽക്കുന്നവരാരും തിരിച്ചറിയാത്ത ഒരു രഹസ്യമുണ്ട്. ഗാംബ്ലിങ്ങിന്റെ ഓ ക്രിക്കറ്റ്. വെൽഫെയർ ബാലൻസ്. ലക്കിലാണ്. This is pure algorithm. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് മുതൽ മൾട്ടി ബില്യനേഴ്സ് അടക്കം മൊത്തം ആളുകൾ ഇവിടുത്തെ പ്ലേയേഴ്സാണ്. ഇവിടെ പലതരം ബെറ്റിംഗ്, ബട്ട് സ്പോർട്സ് ബെറ്റിംഗ് ഇസ് ഡിഫറെന്റ്. ഓരോ ടീമിനും ക്രിക്കറ്റ് ഉണ്ട് കേട്ടോ, സ്പോർട്സ് ബേസ്ഡ്. അത് ക്രാക്ക് ചെയ്യാൻ പറ്റിയാൽ the game is easily predictable. ദുൽഖർ സൽമാൻ ഈസ് ഡാൻ ജോൺ. സംഭവം ബെറ്റ് പരിപാടി തന്നെയാണ്. സ്റ്റൈലിഷ് മേക്കിംഗ് ആണ്. ആ തുടക്കം തൊട്ട് ഇപ്പൊ ഇതുവരെ കണ്ടതുവരെ കിട്ടില്ല വിഷ്വൽസ്. ആ ഒരു തിയേറ്റർ ആംബിയൻസ്, തിയേറ്ററിലുള്ള സ്റ്റേഡിയം ആംബിയൻസ്, ക്രിക്കറ്റ് സ്പോർട്സ് ബേസ്ഡ് പരിപാടി ഉണ്ട് അതിൽ. ക്രിക്കറ്റ് അതിൽ മെയിൻ സാധനമാണ്. ആൻഡ് ബെറ്റ് ഗാംബ്ലിങ് നേരത്തെ പറഞ്ഞല്ലോ. ബട്ട് ഒന്നും പറയാനില്ല, സ്റ്റൈലിഷ് സാധനം. ആ തുടക്കം ആ കാറ് വരുന്നത്, ആ ഒരു ഷോട്ട്, ആൻഡ് ദുൽഖർ ആൻഡ് ആ പരിപാടികള്, ഗാംബ്ലിങ്, പബ്ബ്, എല്ലാം സ്റ്റൈലിഷ് പരിപാടികള്. മിക്കവാറും പണം കൊളുത്താനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. ഡാൻ ജോൺ Chaos in a tale of soup. പണത്തിന്റെ കളിയാണ്. ബെറ്റ് ഫുൾ I'm Lux worst. എന്താ നമുക്ക് ആദ്യം ഫസ്റ്റ് ബാറ്റിംഗ്, ഡിക്കാപ്രിയോടെ പടം ഉണ്ടായിരുന്നു. ഫൈനൽ വിന്നിംഗ്. ഫുൾ സ്ട്രീറ്റ് അല്ലേ, അത് ആ സിനിമയുടെ പേര് പറഞ്ഞത്. ബെറ്റ് കഴിഞ്ഞ് ഇടി. Doctor, I need your help. ജാൻ പ്ലീസ് സ്റ്റോപ്പ്. ഞാൻ തന്നെ ഒരു പേഷ്യന്റ് ആയിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒരു മെന്റലായിരുന്ന. I'm the ghost at the table. I'm the last card they never saw. ഓ ഇംഗ്ലീഷ് പാട്ട് കൊണ്ട് കേട്ടാ. Loser. Psychiatric cope, you think I'm mad? I'm that emotional fool. ഇമോഷണൽ. ഗാംബ്ലിംഗിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുതാത്തൊരു തത്വമുണ്ട്. Never give up. I'm gonna settle everyone. അത് കറക്റ്റ്. ലൈഫിലായാലും പുറത്തായാലും നമ്മള് ഒന്നിനോട് വിട്ടുകൊടുക്കരുത്. വിട്ടുകൊടുക്കുക എന്ന് പറയാൻ ചില കാര്യങ്ങളുണ്ട്, ബട്ട് ഈ ആവശ്യമില്ലാത്ത വിട്ടുകൊടുക്കുക. നെവർ എവർ ഗീവ് അപ്പ്. നമുക്ക് എന്തെങ്കിലും നേടാനുണ്ടെങ്കിൽ അത് നേടിയെടുക്കുക. അപ്പോ എനിക്ക് എന്റെ നേട്ടത്തിന് നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ എന്റെ വീഡിയോസ് ഒക്കെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. നിങ്ങൾ എപ്പോഴും എന്റെ കൂടെ ഉള്ളതുപോലെ ഇനിയും ഉണ്ടാകുക. ഇതുവരെ ട്രെയിലറിൽ ദുൽഖർ സൽമാൻ ആ ഒരു ഈ രണ്ടാമത് കണ്ടപ്പോ ഒരു ചെറിയൊരു ലാഗ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു ദുൽഖർ ഒരു പേഷ്യന്റ് ആണെന്ന് പറയുമ്പോൾ ആ ഒരു ഷോട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോ എന്തോ ഒരു ചെറിയൊരു കല്ലിയടി പോലെ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തു. അത് അത്രയ്ക്ക് എനിക്ക് സാറ്റിസ്ഫൈ ആയില്ല. ബട്ട് ഓവറോൾ കൊള്ളാം. ബട്ട് ദുൽഖർ എനിക്ക് തോന്നുന്നു ബെറ്റ് ഗാംബ്ലിംഗ് ഒക്കെ ചെയ്ത് ആൾ മെന്റലി ടയേർഡും ഫിസിക്കലി ദേഷ്യമൊക്കെ ആയി അങ്ങനെ ഗുളികയും ഇടിയും പിടിയൊക്കെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ആളെ മൊത്ത ഗാംബ്ലിംഗ് പരിപാടിയിൽ നിന്ന് തല പുകഞ്ഞ് എന്നിട്ടും തോൽക്കൂല്ല എന്ന് സമ്മതിച്ചേണ്ടി വരാൻ പോകുന്ന പടമാണ്. ബട്ട് വിഷ്വൽസും കാര്യങ്ങളൊക്കെ എല്ലാം ടോപ്പ് നോച്ച് ചേട്ടാ. Cheers. ലുക്കാണ് ദുൽഖർ. ക്രിക്കറ്റ് സംയുക്ത ജോം പറകിൽ അയാം ഗെയിം ഞാനാണ് ഗെയിം போட்டு கன்ஃபியூஸ் பண்ணிக்காத. This Thunder. is just a freaking entertainment. enhanced with entertainment. ആന്റണി വർഗീസ് ആണ് മിസ്കിൻ വില്ലൻ. ஏண்டா மயக்கம் வருதா? യെസ് മ്യൂസിക് ഡയറക്ടർ സിനിമ ഓഗസ്റ്റ് 20. സൗണ്ട് കേട്ടിട്ട് പാട്ട് വന്നത് ബേബി ജീനാണെന്ന് തോന്നുന്നു അല്ലേ? നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞേക്ക്.
ആൻഡ് ഇതില് മലയാളവും വരുന്നുണ്ട്, തമിഴും വരുന്നുണ്ട്. ബെറ്റ് പരിപാടിയാണ്. ആൻഡ് കതിർ തമിഴ്നാടാണ്. മിഷ്കിനാണ് ഇതിൽ വില്ലൻ എന്ന് മിഷ്കിൻ ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. മിഷ്കിൻ എല്ലാ രീതിയിലും ഒരു നല്ലൊരു വില്ലനായിട്ടാണ് ഈ സിനിമയിൽ വരുന്നതെന്ന് റീസെന്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏട്ടാ മൈക്കമ്മ. അപ്പോ ഇനിയൊരു കതിർ ക്രിക്കറ്റ് പ്ലെയർ ആണ്. അപ്പോ കതിർ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ ബെറ്റ് ചെയ്യും. ഈ നമ്മള് എനിക്കൊന്ന് IPL-ലൊക്കെ ഇതുപോലത്തെ ട്രോൾസും ഇതുപോലത്തെ സ്കാമും പരിപാടികളൊക്കെ ബെറ്റും പരിപാടികളൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ള ടോക്കൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഇതുപോലത്തെ ബെറ്റാണ്. ഇന്ന് ഇവൻ സെഞ്ചുറി അടിക്കും. അപ്പോ ഇനി കതിർ ഇത് വേറെ എന്റർടൈൻമെന്റ് ആണ്, വേറെ കാര്യങ്ങളായിട്ടൊന്നും എടുക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നഹാസ് ഹിദായത്തിന്റെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ടാണ് ഈ സിനിമ വരുന്നത്. ആൻഡ് നേരത്തെ പറഞ്ഞോളൂ, ഒരു സ്പോർട്സ് ബേസ്ഡ് ആണ് വരുന്നത്. ക്രിക്കറ്റ് ആണ് ആ സ്പോർട്സ്. ഗാംബ്ലിങ്ങും ബെറ്റും പരിപാടികളൊക്കെയാണ്. ബട്ട് എനിക്ക് പറയാതിരിക്കാൻ വയ്യ, സ്റ്റൈലിഷ് മേക്കിംഗ് തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ. ആ പബ്ബ് ആൻഡ് എന്താ പറയാ, ഒരു പാർട്ടി വൈബ്, ഒരു എല്ലാ മേക്കിങ്ങും എല്ലാം നല്ല ടോപ്പ് നോച്ചായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. കാണാനും കൊള്ളാം, ഫുൾ കളർഫുൾ ആണ്. ആൻഡ് പണപരിപാടിയാണ്. പണത്തിന്റെ മേലിൽ കിടന്ന് ഉറങ്ങുക എന്നുള്ള ഒരു പരിപാടിയാണ്, സ്റ്റൈലിഷ് പരിപാടി. ആൻഡ് ദുൽഖർ പറഞ്ഞില്ലേ, ഐ ആം ഗെയിം, ഞാനാണ് ഇവിടുത്തെ കളി. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇതിൽ പറയുന്നത്. ബട്ട് ഓവറോൾ കിഡിലൻ ട്രെയിലർ ആണോ എന്ന് പറഞ്ഞാല് എനിക്ക് അത് അത്ര കൺവിൻസ്ഡ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ബട്ട് നല്ലൊരു സ്റ്റൈലിഷ് മേക്കിംഗ് ഉണ്ട്, നല്ലൊരു ബെറ്റും പരിപാടിയും വരുന്നുമുണ്ട്. ബട്ട് കത്തിച്ചോ എന്ന് ചോദിച്ചാൽ പേഴ്സണലി എനിക്ക് അതിനോട് യാതൊരു ഒപ്പീനിയൻ ഇല്ല. ആ തുടക്കം കണ്ടപ്പോൾ എനിക്ക് കത്തിക്കണ ഒരു ഫീൽ വന്നു. ബട്ട് കണ്ടുകൊണ്ട് വന്നപ്പോൾ ആ കത്തിക്കണ ഒരു ഫീൽ എനിക്ക് പേഴ്സണലി വന്നിട്ടില്ല. ബട്ട് ട്രെയിലർ ഓവറോൾ ഗുഡ് ആണ്. ബട്ട് കത്തിച്ചോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കത്തിച്ചിട്ടില്ല. ബട്ട് പടം വരുമ്പോൾ ചിലപ്പോൾ കത്തിക്കുമായിരിക്കും. ആൻഡ് ട്രെയിലറിന്റെ ആ മിഡൊക്കെ എത്തിയപ്പം മെന്റലി ഫിസിക്കലി ടയേർഡ് ആവുന്ന ഒരു സീനൊക്കെ കണ്ടപ്പോൾ ഒരുമാതിരി കല്ലിയടിയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ആൻഡ് ആ ഫൈറ്റിംഗ് കാര്യങ്ങളൊന്നും അങ്ങനെ ഓക്കെ ആയിട്ടൊന്നും തോന്നില്ല. ബട്ട് സ്റ്റൈലിഷ് പരിപാടിയാണ്. എനിക്ക് തോന്നുന്നു ആ ഫൈറ്റിംഗ് പരിപാടിയൊന്നും ഇല്ലാതെ ആ ഒരു മൈൻഡ് ഗെയിമിലായിട്ട് പോയാൽ കുറച്ചുകൂടെ പടം ബെറ്റർ ആവുമെന്ന് തന്നെയാണ് ടോട്ടലി എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബട്ട് മേക്കിങ്ങിലെല്ലാം ഞാൻ സമ്മതിച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു തുടക്കം തൊട്ട് അവസാനം വരെ ആ ഒരു ക്യാമറ ആംഗിൾ ആവട്ടെ, ഷോട്ട് ആവട്ടെ, വിഷ്വൽസ് ആവട്ടെ, എല്ലാം നല്ല ക്വാളിറ്റിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഷോട്ടൊക്കെ ഭയങ്കര റിച്ച് ആയിട്ടുണ്ട്. ആ പബ്ബും പരിപാടി, ആ ക്രിക്കറ്റ് കാണുന്ന അതും എല്ലാം നല്ല റിച്ച് ആയിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ജെക്സ് ബിജോയുടെ മ്യൂസിക്കും കൊള്ളാം, നല്ലൊരു BGM കാര്യങ്ങളും വരുന്നുണ്ട്. ബട്ട് കത്തിച്ചോ എന്ന് ചോദിച്ചാൽ അതിലും എനിക്ക് കത്തിച്ചിട്ട് പറയാനില്ല. ബട്ട് ലാസ്റ്റ് വന്ന ആ ഒരു ഇംഗ്ലീഷ് സോങ്, ബേബിജീന്റെ സോങ് ആണെന്ന് തോന്നുന്നു, അത് നല്ലൊരു BGM ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ടോട്ടലി ഓവറാൾ ഒരു നല്ലൊരു കിഡിലൻ സാധനം ഞാൻ പറയില്ല. കത്തിച്ചോ എന്ന് ചോദിച്ചാലും അതുമില്ല. ബട്ട് കൊള്ളാം, ഒരു മിനിമം ഒരു ഗ്യാരണ്ടീഡ് ട്രെയിലർ തന്നെയാണ് ദുൽഖറിന്റെ ഐ ആം ഗെയിം.